പട്ടിണിയുടെ നടുവിലായിരുന്നു എല്ലാം ആരംഭിച്ചതും. വിനീഷ്യസ് ജൂനിയറിന്റെ കഥ ലോക ഫുട്ബോളിന് ഒട്ടും പുതുമയുള്ളതല്ല. വിശപ്പിന്റെയും കുറ്റകൃത്യങ്ങളുടെയും നാട്ടിൽ നിന്ന് പന്തിന് പുറകെ അലഞ്ഞ ബാല്യമാണ് താരത്തിന്റേതും. ഇതിഹാസങ്ങളായി മാറിയ ബ്രസീലിയൻ മുൻഗാമികളുടെ കേട്ടുപരിചിതമായ അതേ ജീവിതമായിരുന്നു താരത്തിന്റേതും. സാവോ ഗോൺസാലോയിലെ തെരുവുകളിൽ നിന്ന് സ്വപ്നം കാണാനും കഠിനപ്രയത്നം ചെയ്യാനും പാകപ്പെടുത്തിയ അടങ്ങാത്ത പോരാട്ടവീര്യം തന്നെയായിരുന്നു. കറുത്തവരെന്നും കുരങ്ങനെന്നും അധിക്ഷേപിച്ചവരോട് എല്ലാ കാലവും കലഹം തുടരുകയാണ്. താഴ്ത്താനും ദുർബലപ്പെടുത്താനും അധിക്ഷേപിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എന്തിനെതിരെ പോരാടണമെന്ന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ലോകത്തിന്റെ മികച്ച കളിക്കാരനായാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ വ്യവസ്ഥിതികളോട് പോരടിച്ചാണ്. ഫിഫയുടെ ഈ വർഷത്തെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയുള്ള മറുപടി പ്രസംഗത്തിൽ വിനീഷ്യസ് ജൂനിയർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. 1.5 മാസം മുമ്പ് അർഹതപ്പെട്ട ബാലൻഡിയോർ കൈവിട്ടപ്പോൾ വളരെയധികം നിരാശയായിരുന്നു റയൽ മാഡ്രിഡ് മുന്നേറ്റക്കാരുണ്ടായിരുന്നത്. വംശീയതയ്ക്കെതിരെ പ്രതികരിക്കുന്നതിനാലാണ് അവഗണിക്കുന്നതെന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും തോൽക്കില്ലെന്നും 24-കാരൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിനീഷ്യസിന്റെ മികവിനെ അംഗീകരിക്കാതിരിക്കാൻ ഫിഫയ്ക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഖത്തറിലെ ദോഹയിൽ നടന്ന ചടങ്ങിൽ ബാലൻഡിയോർ ജേതാവ് സ്പെയിനിന്റെ റോഡ്രിയെ മറികടന്നാണ് മികച്ച താരമായി വിനീഷ്യസ് 48 പോയിന്റ് കിട്ടിയിരുന്നത്. റോഡ്രിക്ക് 43 പോയിന്റായിരുന്നു. ദേശീയ ടീം ക്യാപ്റ്റന്മാരും കോച്ചുമാരും തെരഞ്ഞെടുത്ത മാധ്യമപ്രവർത്തകരും ആരാധകരും വോട്ടെടുപ്പിലൂടെയാണ് വിജയ് പ്രധാനമായും തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ സീസണിൽ റയലിനെ ചാമ്പ്യൻസ് ലീഗിലും സ്പാനിഷ് ലീഗിലും ജേതാവാക്കുന്നതിൽ വിനീഷ്യസ് ആയിരുന്നു മുന്നിൽ നിന്നിരുന്നത്. 39 കളിയിൽ 24 ഗോളും 11 അവസരങ്ങളും ഒരുക്കി വിനീഷ്യസിലൂടെ ബ്രസീലും വളരെയധികം ആനന്ദിച്ചു. 2007-ൽ കക്ക ബാലൻഡിയോർ നേടിയതിനു ശേഷം ആദ്യമായാണ് ലോക ഫുട്ബോളിലെ മികച്ച താരമായി ബ്രസീലിയൻ പ്രധാനമായും തിരഞ്ഞെടുത്തത്.